മുതലപ്പൊഴി അഴിമുഖത്തെ മണൽ നീക്കം ഇന്ന് ആരംഭിച്ചേക്കും. 10,000-കണക്കിന് ടൺ മണൽ ആണ് അഴിമുഖത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടത്. മണൽ അടിഞ്ഞുകൂടിയതോടെ അഴിമുഖത്ത് അപകടങ്ങളും വർദ്ധിച്ചു. മണൽ നീക്കം വേഗത്തിൽ പൂർത്തിയാക്കിയില്ല എങ്കിൽ ശക്തമായ സമരം നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം. മുതലപ്പൊഴി അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ട് മത്സ്യബന്ധനം നിലച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ സമരം തുടങ്ങിയിരുന്നു. ഡ്രെഡ്ജർ എത്തിച്ച് മണൽ നീക്കം ചെയ്യാമെന്ന് അധികൃതരുടെ ഉറപ്പിന്മേലായിരുന്നു സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ആരംഭിക്കാത്തതോടെ ഇന്നലെ വീണ്ടും പ്രതിഷേധമുണ്ടായി. ഇന്ന് മണൽ നീക്കാമെന്ന ഉറപ്പിലായിരുന്നു സമരം അവസാനിപ്പിച്ചത്. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്കൊരു കണക്ക് കൂട്ടലുണ്ട്. ആ കണക്കനുസരിച്ചല്ലാതെ മണൽ ഇവിടെ നിന്ന് ഡ്രെഡ്ജ് ചെയ്ത് മാറുന്നതെങ്കിൽ ഞങ്ങൾ ഇനി അങ്ങോട്ട് ഡ്രെഡ്ജിങ് വലിയ മിഷൻ കൊണ്ട് ചെയ്തിട്ടല്ലാതെ ഞങ്ങൾ അനുവദിക്കില്ല എന്നവർക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കണക്ക് എടുപ്പിന് വേണ്ടിയിട്ടാണ് ഇനി 2 ദിവസം ശനിയും ഞായറും ഞങ്ങൾ നോക്കും. അത് കഴിഞ്ഞാൽ സമരത്തിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ 2 സൈഡിലുള്ള ഓഫീസ് ഞങ്ങൾ പൂട്ടിയെടുക്കും. കൂടാതെ 2 ടോൾ ഗേറ്റിലും 1 രൂപ പോലും പിരിക്കാത്ത രീതിയിൽ നമ്മൾ സമരങ്ങൾ നടത്തും. ചേറ്റുവയിൽ നിന്നെത്തിച്ച ഡ്രെഡ്ജർ ഇത്രയധികം മണൽ നീക്കം ചെയ്യാൻ പര്യാപ്തമല്ലെന്നും പരാതിയുണ്ട്. മൺസൂൺ കാലം ആരംഭിക്കുന്നതിന് മുൻപ് മണൽത്തിട്ട നീക്കം ചെയ്തില്ല എങ്കിൽ മുതലപ്പൊഴിയിലെ അപകടങ്ങൾ വർദ്ധിക്കുമെന്ന ആശങ്കയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. ന്യൂസ് 18 തിരുവനന്തപുരം.